ചാപ്റ്റർ 6 ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്പർ 1. A coil has an inductance of 0.5 Henry when the current in the coil changes at a rate of 120 ampere per second. Calculate induced EMF. ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട് 0.05 ഹെൻറി. ഇനി സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് 120 ആംപിയർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം തന്നിരിക്കുന്ന കാര്യങ്ങൾ L = 0.05 ഹെൻറി ആണ്. di/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് di/dt 120 ആംപിയർ പെർ സെക്കൻഡ് ആണ്. ഇൻഡ്യൂസ്ഡ് EMF E = -L × di/dt ആണ്. Lന്റെ വാല്യൂ നമുക്കറിയാം 0.05 ആണ് ഇൻറ്റു 120 di/dt. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 വോൾട്ട് എന്ന് കിട്ടും. ഇവിടെ നമുക്ക് മൈനസ് സൈൻ ഡ്രോപ്പ് ചെയ്യാം. നമ്മളോട് അതിൻ്റെ വാല്യൂ മാത്രമാണ് കണ്ടുപിടിക്കാൻ. കാൽക്കുലേറ്റ് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ നമ്മൾ വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് മൈനസ് സൈൻ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. ഇൻഡ്യൂസ്ഡ് EMF = 6 വോൾട്ട് എന്ന് നമുക്ക് ആൻസർ ലഭിക്കും. In a coil, an EMF of 6 volt is introduced when the current in the coil changes at the rate of 100 ampere per second. Find the coefficient of self-inductance. EMF തന്നിട്ടുണ്ട് 6 volt. ഇനി അതുണ്ടാകുന്ന കറണ്ടിനുണ്ടാകുന്ന ചേഞ്ച്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഈസ് 100 ആംപിയർ പെർ സെക്കൻഡ് ആണ്. s⁻⁻1 ആണ്. ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ്-ഇൻഡക്റ്റൻസ്. സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ എല്ലിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഇ തന്നിട്ടുണ്ട് 6 വോൾട്ട്. di/dt 100 ആംപിയർ പെർ സെക്കൻഡ്. വി ഹാവ് E = -L × di/dt. ഇനി തന്നിരിക്കുന്ന വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 6 = -L × 100. therefore L = 6/100 0.06 ഹെൻറി. ഇവിടെയും നമ്മൾ മൈനസ് സൈൻ ഡ്രോപ്പ് ചെയ്യുന്നു, വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ. L = 0.06 ഹെൻറി. Third question. A current of 5 ampere in a coil of 25 turns is found produce a magnetic flux in its core of 3 × 10⁻⁵ Weber. Calculate the inductance. കറണ്ട് 5 ആംപിയർ ആണ്. ആ കോയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് 25 ആണ്. അപ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് 3 × 10⁻⁵ Weber ആണ്. അങ്ങനെയെങ്കിൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാം. ഇവൺ I = 5 ആംപിയർ, ക്യാപിറ്റൽ N = 25, phi = 3 × 10⁻⁵ Weber. We have phi = Li. നമ്മൾ പഠിച്ചിട്ടുണ്ട് മാഗ്നറ്റിക് ഫ്ലക്സും കറണ്ടും തമ്മിലുള്ള റിലേഷൻ. മാഗ്നറ്റിക് ഫ്ലക്സ് is directly proportional to current. therefore phi = a constant L × I. therefore L = 5/I. 3 × 10⁻⁵ divided by 5 ഹെൻറി. ഇത് 1 ടേൺ, ഒരു ടേൺ ഉള്ള കേസിലാണ് നമുക്ക് phi = Li എന്ന ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി n ടേൺസ് ഉള്ള കേസിൽ നമ്മൾ n × Li എന്നാണ്. phi = n/Li, അതായത് നമ്പർ ഓഫ് ടേൺസ് × Li എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇപ്പോൾ നമുക്ക് 1 ടേമിൻ്റെ കിട്ടിയിട്ടുണ്ട്, 3 × 10⁻⁵ divided by 5 എന്ന് കിട്ടിയിട്ടുണ്ട്. × 25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് n ടേൺസിൻ്റെ കിട്ടും. അപ്പോൾ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് L = 15 × 10⁻⁵ ഹെൻറി എന്ന് ആൻസർ ലഭിക്കും. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് 15 × 10⁻⁵ ഹെൻറി. Calculate the flux linked with a coil of 1000 turns and self-inductance of 100 mH due to a current of 2.5 mA through it. Magnetic flux phi-യുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് 1000 തന്നിട്ടുണ്ട്. സെൽഫ് ഇൻഡക്റ്റൻസ് 100 mH തന്നിരിക്കുന്നു. കറണ്ട് 2.5 mA ആണ്. ക്യാപിറ്റൽ N 1000 ആണ്. L 100 × 10⁻³ ഹെൻറി, അതായത് മില്ലി ഹെൻറി ആണ്. അതിനെ ഹെൻറിയിലേക്ക് മാറ്റുമ്പോൾ × 10⁻³ ഹെൻറി എന്ന് കിട്ടും. കറണ്ടിൻ്റെ വാല്യൂ 2.5
മില്ലി ആംബിയർ ആണ്. അത് 2.5 into 10⁻³ ആംബിയർ. Phi is equal to n into Li. നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ടേൺസ് വരുന്ന കേസിൽ ഫൈയുടെ വാല്യൂ Phi is equal to n into Li എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. is equal to 1000 into 100 into 10⁻³ into 2.5 into 10⁻³. ഫൈയുടെ വാല്യൂ നമുക്ക് 0.25 വെബർ എന്ന് കിട്ടും. Phi is equal to 0.25 വെബർ. A coil having inductance of 0.5 Henry carrying a current which is uniformly varying from 0 to 10 ampere in 2 seconds. Find the EMF generated in the coil. Inductance തന്നിട്ടുണ്ട്. L ന്റെ വാല്യൂ 0.5 ഹെൻറി തന്നിരിക്കുന്നു. Current is varying from 0 to 10. അപ്പോൾ DI യുടെ വാല്യൂ 0യിൽ നിന്ന് 10, അതായത് ചേഞ്ച് ഇൻ കറണ്ട് DI യുടെ വാല്യൂ 10 എന്ന് കിട്ടും. 0യിൽ നിന്ന് 10ലേക്ക് വേരി ചെയ്യുന്നു. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് 10 ആംപിയർ ആണ്. അതിനുള്ള എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണ്. അപ്പോൾ di/dt എന്ന് പറയുന്നത് 10/2 നമുക്ക് കിട്ടും. di/dt എന്ന് പറയുന്നത് 10/2. ഫൈൻഡ് ദ EMF ജനറേറ്റഡ് ഇൻ ദ കോയിൽ. EMF ആണ് കണ്ടുപിടിക്കുന്നത്. L 0.5 ഹെൻറി, di 10 ആംപിയർ, dt 2 സെക്കൻഡ്. E is equal to minus L into di/dt ആണ്. അപ്പോൾ 0.5 into 10/2. 10/2 ന്റെ വാല്യൂ 5 ആണ്. 5 into 0.5 is equal to 2.5 വോൾട്ട്. ന്യൂമറിക് ഇതിന്റെ വാല്യൂ മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. മൈനസ് സൈൻ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റഡ് ഇൻ ദ കോയിൽ is equal to 2.5 വോൾട്ട്. Coefficient of mutual inductance between two coils is 5 Henry. A current of 10 ampere is cut off in 0.5 seconds. Find the induced EMF in the secondary. Mutual inductance in the value ആണ് തന്നിരിക്കുന്നത്. Capital M 5 Henry. Current 10 ampere ആണ്. അത് കട്ട് ഓഫ് ആകാൻ എടുക്കുന്ന ടൈം 0.5 ആണ്. Find induced EMF in the secondary. Given M is equal to 5 Henry, di is equal to 10 ampere, dt is equal to 0.5 second. Induced EMF E is equal to M into di/dt. M 5 ആണ്, di/dt 10/0.5 is equal to 100 എന്ന് കിട്ടും. അതായത് induced EMF E is equal to 100 വോൾട്ട് എന്ന് ആൻസർ കിട്ടും. Self-inductance of an air-cooled inductor increases from 0.01 millihenry to 10 millihenry on inserting an iron rod of core. Find the relative permeability of the core. Self-inductance ഒരു air-cooled inductorന്റെ self-inductance 0.01 millihenry ആണ്. അതിനുള്ളിലേക്ക് ആ ഇൻഡക്ടറിനുള്ളിലേക്ക് ഒരു അയൺ റോഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഡക്റ്റൻസ് 10 മില്ലി ഹെൻറി ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ഫൈൻഡ് ദ റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് ദ കോർ. അപ്പം മ്യൂ ആറിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവൺ എൽ എയർ സെൽഫ് ഇൻഡക്റ്റൻസ് ഇൻ എയർ കോർഡ് കോയിൽ മ്യൂ സീറോ ഇൻറ്റു എൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ എൽ. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ നമ്മൾ പഠിച്ചതാണ്. എൽ എയർ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ n square a divided by L. mu 0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് എയർ കോർ. ദെൻ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്. ക്യാപിറ്റൽ എ ഏരിയയാണ്. L എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ഇനി അയൺ കോർ യൂസ് ചെയ്യുമ്പോൾ ഉള്ള സെൽഫ് ഇൻഡക്റ്റൻസ് L അയൺ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. mu 0 ഇൻറ്റു mu r എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. ഇൻറ്റു n സ്ക്വയർ a ഡിവൈഡ് ബൈ L. ഇതെല്ലാം സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ എല്ലിൻ്റെ ഡെറിവേഷൻ്റെ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമുക്കിത് ഡിവൈഡ് ചെയ്താൽ എൽ അയൺ ഡിവൈഡ് ബൈ എൽ എയർ. അയൺ കോർ യൂസ് ചെയ്യുമ്പോൾ ഉള്ള സെൽഫ് ഇൻഡക്റ്റൻസ് ഡിവൈഡ് ബൈ എയർ കോറിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് സീക്വൽ ടു. ഓക്കെ, റൈറ്റ് സൈഡ് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ
സെയിം ടൈം മ്യൂ 0 n സ്ക്വയർ a ഡിവൈഡ് ബൈ എൽ കോമൺ ആണ്, അതെല്ലാം ക്യാൻസൽ ആയി പോകും. പിന്നെ നമുക്ക് മ്യൂ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. അപ്പോൾ റിലേറ്റീവ് പെർമിയബിലിറ്റി കാണാനായിട്ട് അയൺ കോർ യൂസ് ചെയ്യുമ്പോൾ ഉള്ള സെൽഫ് ഇൻഡക്റ്റൻസ് ഡിവൈഡഡ് ബൈ എയർ കോർ യൂസ് ചെയ്യുമ്പോൾ ഉള്ള സെൽഫ് ഇൻഡക്റ്റൻസ് നമുക്ക് ഇങ്ങനെ കിട്ടും. 10 ഡിവൈഡ് ബൈ 0.1 ഈക്വൽ ടു 1000 എന്ന് കിട്ടും. റിലേറ്റീവ് പെർമിയബിലിറ്റി ഈക്വൽ ടു 1000 എന്ന് കിട്ടും. ഇതിന് യൂണിറ്റ് ഇല്ല, ഇതൊരു റേഷ്യോ ആണ്. റിലേറ്റീവ് പെർമിയബിലിറ്റിക്ക് യൂണിറ്റ് ഇല്ല. An induced EMF of 4 volt is generated when the current in the circuit changes from 3 ampere to 4 ampere in 1 millisecond. What is the self-inductance of the coil? Induced EMF 4 volt ആണ്. Current changes from 3 ampere to 4 ampere. അപ്പോൾ ചേഞ്ച് ഇൻ കറണ്ട് എന്ന് പറയുന്നത് 3 ആംപിയറിൽ നിന്ന് 4 ആംപിയർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 ആംപിയർ ആയിരിക്കും. അതിനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 1 മില്ലി സെക്കൻഡ് ആണ്. കറണ്ട് 1 ആംപിയർ ചേഞ്ച് ചെയ്യാൻ എടുക്കുന്ന ടൈം 1 മില്ലി സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവൺ E is equal to 4 volt, induced EMF 4 volt ആണ്. DI കറണ്ടിൻ്റെ ചേഞ്ച് 1 ആംപിയർ ആണ്. അതിനെടുക്കുന്ന ടൈം dt 1 മില്ലി സെക്കൻഡ് ആണ്. 1 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 × 10⁻³ സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും E is equal to L × di/dt. L എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. L is equal to ഇനി ഇൻഡ്യൂസ്ഡ് EMF ഡിവൈഡ് ബൈ di/dt. di/dt വാല്യൂ നമുക്ക് 1/1 × 10⁻³ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 4 ഡിവൈഡ് ബൈ 1/1 × 10⁻³ അപ്പോൾ എന്ത് കിട്ടും? താഴെയുള്ള 1/1 × 10⁻³ റെസിപ്രോക്കൽ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ കിട്ടുന്നത് 1 × 10⁻³ ആണ്. അപ്പോൾ 4 × 1 × 10⁻³ എന്ന് കിട്ടും. അതായത് 4 × 10⁻³ ഹെൻറി. A current of 3 ampere flows through a solenoid of self-inductance 6 millihenry. Calculate the energy stored in the magnetic field of the solenoid. Current 3 ampere ആണ്. Self-inductance L 6 millihenry ആണ്. Energy stored in the solenoid ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. I is equal to 3 ampere. L is equal to 6 × 10⁻³ ഹെൻറി. അതായത് മില്ലി ഹെൻറിയെ ഹെൻറിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ 6 × 10⁻³ ഹെൻറി എന്നായിരിക്കും. വി ഹാവ് ദ എനർജി സ്റ്റോർഡ് ഇൻ ദ സോളിനോയിഡ് അല്ലെങ്കിൽ എനർജി സ്റ്റോർഡ് ഇൻ ദ ഇൻഡക്ടർ U is equal to ½ Li². ചില ടെക്സ്റ്റിൽ ½ Li02 എന്ന് ഉണ്ട്. രണ്ടും സെയിം ആണ്. കറണ്ടിൻ്റെ വാല്യൂ ആണ്. U is equal to ½ Li². ഇവിടെ 1/2 × 6 × 10⁻³ അതാണ് എല്ലിൻ്റെ വാല്യൂ. 6 × 10⁻³ ഐയുടെ വാല്യൂ 3 ആണ്. 3². 27 × 10⁻³ ജൂൾ നമുക്ക് ആൻസർ ലഭിക്കും. 10⁻³ എന്ന് പറഞ്ഞാൽ മില്ലിയെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് 27 മില്ലി ജൂൾ എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പം 27 × 10⁻³ ജൂൾ ഓർ 27 മില്ലി ജൂൾ. ഇതാണ് എനർജി സ്റ്റോർഡ് ഇൻ ദ കോയിൽ. Five ampere current becomes 0 in 0.1 second and average EMF is 200 volts. Calculate self-inductance. Current 5 ആംപിയറിൽ നിന്ന് 0യിലേക്ക് എത്താനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 0.1 സെക്കൻഡ് ആണ്. 0.1 സെക്കൻഡ് സമയം കൊണ്ട് 5 ആംപിയർ കറണ്ട് 0യിലേക്ക് എത്തുന്നു. അപ്പോഴുള്ള ആവറേജ് EMF 200 വോൾട്ട് ആണ്. അങ്ങനെയെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാം. DI കറണ്ടിൻ്റെ ചേഞ്ച് 5 ആംപിയറിൽ നിന്ന് 0യിലേക്ക് അപ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് 5 ആംപിയർ ആണ്. DT അതിനെടുക്കുന്ന ടൈം 0.1 സെക്കൻഡ് ആണ്. ഇൻഡ്യൂസ്ഡ് EMFൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 200 വോൾട്ട്.
നമുക്കിങ്ങനെ എഴുതാം. ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഈക്വൽ ടു L ഇൻറ്റു di/dt ആണ്. L ഇസ് ഈക്വൽ ടു E ഇൻറ്റു di/dt എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലേക്ക് മാറുമ്പോൾ അത് dt/d എന്നായി മാറും. di/dt എന്തായി മാറും? dt/d അല്ലെങ്കിൽ 1/di/dt എന്നാണ്. നമുക്കതിനെ dt/d എന്ന് എഴുതാം. ഈക്വൽ ടു 200 ഇൻറ്റു 0.1 ഡിവൈഡ് ബൈ 5. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 ഹെൻറി എന്ന് ആൻസർ കിട്ടും. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ വാല്യൂ 4 ഹെൻറി എന്ന് കിട്ടും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് സാധാരണ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ളത്. ഒന്നെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ EMFന്റെ വാല്യൂ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത്. പ്രോബ്ലംസ് നന്നായി ചെയ്ത് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.